നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വിപണിയിലെ വിപ്ലവകാരികളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വെറും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായി തുടങ്ങി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ഗ്രൂപ്പുകളിൽ ഒന്നായി മാറിയ കമ്പനിയാണ് എഡൽവൈസ് മ്യൂച്വൽ ഫണ്ട് AMC. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ പോലും അതിജീവിക്കാൻ ഇവരുടെ നിക്ഷേപ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. 1996 പ്രവർത്തനം തുടങ്ങി ഇന്ന് JP മോർഗനെ പോലുള്ള വൻപന്മാരെ പോലും ഏറ്റെടുത്ത എഡൽവൈസ് ഫൈനാൻഷ്യൽ ഗ്രൂപ്പിന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ്. തുടക്കത്തിൽ ലയനങ്ങളും ഏറ്റെടുക്കലുകളും പോലുള്ള കൺസൾട്ടൻസി സേവനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇവർ പിന്നീട് മെർച്ചന്റ് ബാങ്കിംഗ്, NBFC, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ് എന്നീ മേഖലകളിലേക്ക് അതിവേഗം വളർന്നു. 2007 ഗ്ലോബൽ വെൽത്ത് മാനേജ്മെന്റ് ആരംഭിച്ചതിന്റെ ഭാഗമായാണ് എഡൽവൈസ് അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് നിലവിൽ വന്നത്. 2010 അനഗ്രാം ക്യാപിറ്റൽ ഏറ്റെടുത്തും 2011 ജാപ്പനീസ് കമ്പനിയായ ടോക്കിയോ മറൈനുമായി കൈകോർത്തതും ഇവരുടെ വളർച്ചയിലെ നിർണായക ഘട്ടങ്ങളായിരുന്നു. 2016 JP മോർഗൻ അസറ്റ് മാനേജ്മെന്റ് ഇന്ത്യയുടെ മുഴുവൻ ഫണ്ട് പോർട്ട്ഫോളിയോ ഏറ്റെടുത്തത് ഈ സ്ഥാപനത്തിന്റെ വിശ്വസനീയത വർദ്ധിപ്പിച്ചു. ബിസിനസിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഇവർ എഡൽഗീവ് ഫൗണ്ടേഷനിലൂടെ നിർധനരായവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. മികച്ച കസ്റ്റമർ സപ്പോർട്ടും ഡിജിറ്റൽ സൗകര്യങ്ങളും നൽകുന്ന എഡൽവൈസ് മ്യൂച്വൽ ഫണ്ടിന് കീഴിൽ ധാരാളം ഫണ്ടുകൾ ഇതിനോടകം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ മികച്ച റേറ്റിംഗ് ഉള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിക്ഷേപകർക്ക് 19.68% എന്ന മികച്ച വാർഷിക ലാഭവിഹിതം നൽകിയ എഡൽവൈസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെ കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഫണ്ട് സ്ഥിരതയുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് കമ്പനികളിൽ മാറി മാറി നിക്ഷേപം നടത്താൻ ഫണ്ട് മാനേജർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ഇക്വിറ്റി ഫ്ലെക്സി ക്യാപ് ഫണ്ടാണിത്. ഇതൊരു വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടായതിനാൽ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളിൽ ഇതിനെ ബാധിക്കാം. അതിനാൽ തന്നെ ദീർഘകാല നിക്ഷേപം ലക്ഷ്യം വെക്കുന്നവർക്കും വിപണിയിലെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും അനുയോജ്യമായ ഒരു ഡയറക്ട് ഗ്രോത്ത് ഓപ്ഷനാണിത്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ഫണ്ട് 0.9% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 100 രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാമെന്നതാണ് മറ്റൊരു സവിശേഷത. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഈ ഫണ്ടിന്റെ NAV 44 രൂപയാണ്. കൂടാതെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ആസ്തി 2957 കോടി രൂപയാണ്. ഇത് ഫണ്ടിന്റെ വിശ്വസനീയത സൂചിപ്പിക്കുന്നു. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകം ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്. ഇത് 0.52% മാത്രമാണ്. അതായത് ഫണ്ട് മാനേജ്മെന്റിനായി ഈടാക്കുന്ന തുക താരതമ്യേന കുറവാണ്. മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ടിന് 4 സ്റ്റാർ റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്. എഡൽവൈസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലെ നിക്ഷേപം ദീർഘകാല അടിസ്ഥാനത്തിൽ എത്രത്തോളം ലാഭകരമാണെന്ന് പരിശോധിക്കാം. വെറും 100 രൂപയുടെ ഒരു ഒറ്റത്തവണ നിക്ഷേപം നടത്തിയാൽ പോലും കാലക്രമേണ മികച്ച വളർച്ചയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വർഷം കൊണ്ട് ഈ നിക്ഷേപം 108 രൂപയായി, അതായത് 8% വളർന്നപ്പോൾ 3 വർഷത്തിനുള്ളിൽ അത് 171 രൂപയായും 5 വർഷത്തിനുള്ളിൽ 221 രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് 10 വർഷത്തെ വളർച്ചയാണ്. 10 വർഷം മുൻപ് 100 രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 460 രൂപയായി മാറിയിട്ടുണ്ടാകും. അതായത് ഏകദേശം 360% ലാഭമാണ് ഈ കാലയളവിൽ ഫണ്ട് നൽകിയിരിക്കുന്നത്. ദീർഘകാല നിക്ഷേപകർക്ക് തങ്ങളുടെ സമ്പത്ത് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇത്തരം ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ സഹായിക്കുമെന്ന് ഈ ചരിത്രപരമായ ലാഭവിഹിതം തെളിയിക്കുന്നുണ്ട്. പ്രതിമാസം വെറും 100 രൂപ വീതമുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ എഡൽവൈസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയാലും നിരാശപ്പെടേണ്ടി വരില്ലായിരുന്നു. ഒരു വർഷം കൊണ്ട് ആകെ നിക്ഷേപിച്ച 1200 രൂപ 1215 രൂപയായി മാറിയിട്ടുണ്ട്. ഇത് ഒരു വർധനയായി നമുക്ക് തോന്നില്ല. എന്നാൽ നിക്ഷേപ കാലാവധി കൂടുന്തോറും കോമ്പൗണ്ടിങ്ങിന്റെ ഗുണഫലങ്ങൾ പ്രകടമാകുന്നത് കാണാം. 3 വർഷത്തെ നിക്ഷേപമായ 3600 രൂപ 4203 രൂപയായും 5 വർഷം കൊണ്ട് നിക്ഷേപിച്ച 6000 രൂപ 8544 രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് 10 വർഷത്തെ പ്രകടനമാണ്. ഈ കാലയളവിൽ ആകെ നിക്ഷേപിച്ച 12000 രൂപ 27913 രൂപ എന്ന വലിയൊരു തുകയായി വളർന്നിട്ടുണ്ട്. അതായത് ഏകദേശം 132% ലാഭമാണ് ഈ ഫണ്ട് ദീർഘകാല നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ചെറിയ തുകകൾ കൃത്യമായി നിക്ഷേപിക്കുന്നത് വഴിയും വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആകെ 86 കമ്പനികളായി വ്യാപിച്ചു കിടക്കുന്ന ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഫൈനാൻഷ്യൽ സെക്ടറിനാണ്. HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ എനർജി സെക്ടറിലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, NTPC എന്നിവയിലും കൺസ്ട്രക്ഷൻ രംഗത്തെ വമ്പന്മാരായ ലാർസൻ ആൻഡ് ട്യൂബ്രോ, മെറ്റൽസ് വിഭാഗത്തിൽ ടാറ്റ സ്റ്റീൽ എന്നിവയിലും ഈ ഫണ്ട് ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മുൻനിര കമ്പനികളിലെ ഈ വൈവിധ്യമാർന്ന നിക്ഷേപം ഫണ്ടിന് കൂടുതൽ സുരക്ഷിതത്വവും മികച്ച വളർച്ചാ സാധ്യതയും നൽകുന്നുണ്ട്. എഡൽവൈസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിന്റെ ആകെ നിക്ഷേപത്തിലെ സിംഹഭാഗവും ഇക്വിറ്റി മേഖലയിലാണെന്ന് കാണാം. ഏകദേശം 95.31% നിക്ഷേപം
നിക്ഷേപവും ഓഹരി വിപണിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള 4.79% തുക താരതമ്യേന സുരക്ഷിതമായ കടപ്പത്രങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ആകെ 2957 കോടി രൂപയുടെ ആസ്തി കൈകാര്യം ചെയ്യുന്ന ഈ ഫണ്ട് അതിന്റെ ഭൂരിഭാഗം പണവും വിപണിയിലെ വളർച്ചാ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ക്യാഷായി നിലനിർത്തിയിരിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഓഹരി വിപണിയിൽ നിന്ന് മികച്ച ലാഭം ലക്ഷ്യം വെക്കുന്ന ഒരു നിക്ഷേപ ശൈലിയാണ് ഈ ഫണ്ട് പിന്തുടരുന്നത്. എഡൽവൈസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിന്റെ ഇക്വിറ്റി പോർട്ട്ഫോളിയോ വിവിധ വ്യവസായ മേഖലകളിലായി വളരെ കൃത്യമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഫൈനാൻഷ്യൽ സെക്ടറിലാണ്. ഇതിനു പുറമെ ഇൻഡസ്ട്രിയൽസ്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി, എനർജി ആൻഡ് യൂട്ടിലിറ്റീസ് എന്നീ മേഖലകൾക്കും ഗണ്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ടെക്നോളജി, മെറ്റീരിയൽസ്, കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ വൈവിധ്യമാർന്ന സെക്ടറുകളിലും നിക്ഷേപം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതായത് എല്ലാ പ്രധാന മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിതവും ലാഭകരവുമായ ഒരു നിക്ഷേപ ശൈലിയാണ് പിന്തുടരുന്നത്. ഇത്തരത്തിലുള്ള സെക്ടർ അലോക്കേഷൻ വിപണിയിലെ റിസ്ക് കുറയ്ക്കാനും സ്ഥിരതയുള്ള ലാഭം നൽകാനും സഹായിക്കുന്നു. എഡൽവൈസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഫണ്ട് റിസ്കിന് ആനുപാതികമായി മികച്ച ലാഭം നൽകുന്നതായി കാണാം. ഫണ്ടിന്റെ ആൽഫ 3.48 ആണ്. അതായത് ബെഞ്ച്മാർക്കിനേക്കാൾ ഏകദേശം 3.48% അധിക ലാഭം ഈ ഫണ്ട് നൽകുന്നുണ്ട്. ബീറ്റ 1 ആയതിനാൽ വിപണിയിലെ ചലനങ്ങൾക്ക് കൃത്യമായി ഒപ്പമാണ് ഈ ഫണ്ടിന്റെയും വേഗത. ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലെ ആദ്യത്തെ 5 കമ്പനികളിൽ 21%, ആദ്യത്തെ 20 കമ്പനികളിൽ 49% നിക്ഷേപം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഷാർപ്പ് റേഷ്യോ 0.72, സോർട്ടനോ റേഷ്യോ 0.85 എന്നിവ ഫണ്ട് എടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള ലാഭക്ഷമതയെ സൂചിപ്പിക്കുന്നു. കൂടാതെ ഫണ്ടിന്റെ നിക്ഷേപ മൂല്യം വ്യക്തമാക്കുന്ന PE റേഷ്യോ 23.21, PB റേഷ്യോ 3.18. ചുരുക്കത്തിൽ മികച്ച രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്നതും വിപണിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുമായ ഫണ്ടാണിതെന്ന് ഈ അനുപാതങ്ങൾ തെളിയിക്കുന്നുണ്ട്.